നമസ്കാരം. ഗുഡ് മോർണിംഗ് 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒരു പുതിയ വാർത്താദിനം നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് മാർച്ച് 19 വ്യാഴം മീനം 5. എല്ലാം ഒരുപാട് വാർത്തകൾ അവസാനിക്കാത്തൊരു രാത്രിയാണ് കടന്നു പോകുന്നത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും ഇങ്ങനെ അറ്റിക്കുറിക്കെന്നല്ല തർക്കത്തിൽ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും 5 സീറ്റിൽ 6 സീറ്റിലേക്ക് തീരുമാനമായില്ല എന്ന് വരുന്നു. എന്തായാലും 11 മണിക്ക് പ്രഖ്യാപിക്കും എന്നത് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് നേതാക്കൾ പോന്നിരിക്കുകയാണ്. 5 സീറ്റുകളിൽ വൈകുന്നേരം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഒപ്പം പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. വലിയ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. ഒപ്പം ഇറാനിലേക്കും ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. ഇറാനെ പല ഗൾഫ് രാഷ്ട്രങ്ങളും കൈയൊഴിയുന്നു, അല്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നു. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ സൗത്ത് പാഴ്സ് വാതക പാടകത്തിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം. ഗൾഫ് മേഖലയിലെ എണ്ണ വാതക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പും. ഖത്തറിലെ പ്രധാന വാതക ഹബ്ബായ റാസ് ലഫാൻ കേന്ദ്രത്തിന് നേരെ ഇറാൻ മിസൈൽ തൊടുത്തു. സൗദി അറേബ്യയിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാനിലെ ഭരണകൂടത്തെ തകർക്കാനായിട്ടില്ല എന്ന് അമേരിക്ക ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. മധു കൊട്ടാരക്കര ന്യൂ ജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുകയാണ്. ഇപ്പോഴിതാ അത് ഗൾഫ് മേഖലയും വലിയ രീതിയിൽ ബാധിക്കുന്നു. ഗൾഫ് മേഖലയിലെ കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. എന്താണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം? അമേരിക്ക ഇനിയും ഇറാൻ ഭരണകൂടത്തെ തകർക്കാനായിട്ടില്ല എന്ന് സമ്മതിക്കുമ്പോൾ ഇനിയും കുറേ കാലത്തേക്ക് കൂടി യുദ്ധം നീങ്ങുകയാണ് എന്ന സൂചനയാണോ ലഭിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇന്നലെ രാത്രിയിൽ കടന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമായ ഇറാന്റെ സൗത്ത് പാഴ്സ് പാടത്തിന് നേരെ, അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്തുമൊക്കെ ഇസ്രയേൽ നടത്തിയ വളരെ ശക്തമായ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ ഖത്തറിലേക്കും അതുപോലെ സൗദി അറേബ്യയിലേക്കുമൊക്കെ മിസൈലുകൾ തൊടുത്തുവിട്ട് ഇറാനും തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് തന്നെ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് ഇറാന്റെ ഊർജ്ജ മേഖലയുടെ ഒരുപക്ഷെ നമുക്ക് നട്ടിലെന്ന് വേണമെങ്കിൽ പറയാം, ഈ ഗൾഫ് സമുദ്രത്തിലുള്ള സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിനെ ബന്ധിപ്പിക്കുന്ന നിരവധി പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രങ്ങൾ ഇറാന്റെ തീരത്തുണ്ട്. ഈ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അതുമാത്രമല്ല, അമേരിക്കയുടെ അറിവോടാണ് ഈ നീക്കം നടന്നതെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഇതാണ് ഇറാനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗൾഫ് മേഖലയിലെ എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഖത്തറിലെ പ്രധാന അവരുടെ വാതക ഹബ്ബായ റാസ് ലഫാൻ കേന്ദ്രത്തിന് നേരെ ഇറാൻ മിസൈൽ തൊടുത്തത്. ഇവിടെ വലിയ തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ തുടർന്ന് മിസൈൽ വർഷം നടത്തുകയും ചെയ്തു. ഇതോടെ ഈ ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയരുകയായിരുന്നു. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഏതാണ്ട് $100-103 ആ ഒരു നിരക്കിലായിരുന്നു. ഇത് $110 അടുത്താണ് ഇപ്പോൾ നിലവിൽ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വില കുതിച്ചുയർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണവാതക മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ളവർ, അത് മാത്രമല്ല അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരുമുണ്ട്. ഇവരൊക്കെ എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ തുടർന്നും മിസൈൽ ആക്രമണം നടത്തുവാനുള്ള സാധ്യത ഇതുമായിട്ട് ബന്ധിപ്പിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. ഖത്തറും ഇറാനുമായിട്ട് ഒരു സംയുക്തമായി പങ്കിടുന്ന ഒരു വാതകപ്പാടമാണ് ഈ ഗൾഫ് സമുദ്രത്തിലുള്ളത്. ഈ വാതകപ്പാടം ആക്രമിക്കപ്പെട്ടത് ഖത്തറിനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 80% ഖത്തറാണ് ഇവിടെ നിന്ന് ഈ പ്രകൃതിവാതകം കൊണ്ടുപോകുന്നത്. അതേസമയം ഈ ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ അവർ നയതന്ത്ര തലത്തിൽ ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ദോഹയിലെ ഇറാൻ എംബസിയിലെ സൈനിക അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉടൻ പുറത്തു പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് ഖത്തർ അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ ഏതൊരു സംഭവം ഉണ്ടായാലും അമേരിക്കയിൽ US കോൺഗ്രസിന്റെ മുന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നുള്ള ഒരു ഹിയറിംഗ് ഉണ്ട്. അവിടെ സമാധാനം പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് മിനാബിലെ സ്കൂൾ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ളതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ US കോൺഗ്രസ് ഹിയറിംഗ് ആണ് ഇന്ന് നടന്നത്. അതുകൊണ്ട് തന്നെ പൊതുജന ശ്രദ്ധയും അമേരിക്കൻ രാഷ്ട്രീയ ലോകവും ഈ കോൺഗ്രസ് ഹിയറിംഗിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ ഭരണകൂടം ഇപ്പോഴും പൂർണ്ണമായും തകർക്കപ്പെടാതെ നിലകൊള്ളുന്നുവെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡാണ് US ഹിയറിംഗിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, സൈന്യത്തിന്റെ
ശേഷി കുറയ്ക്കാനായിട്ടുണ്ടെന്ന് ഗബാർഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അത് പ്രതീക്ഷിതരായിരുന്നു എന്നാണ് തുൾസി ഗബാർഡ് പറഞ്ഞത്. അത് മാത്രമല്ല മറ്റൊരു അതായത് US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നത് ഈ യുദ്ധം ഇതിന്റെ അവസാന ഘട്ടത്തിലാണ്, മേഖലയിൽ US ലക്ഷ്യം വെച്ചതൊക്കെ കൈവരിച്ചതായിട്ടാണ്. ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അമേരിക്ക തുറന്ന് സമ്മതിക്കുന്നു അവർ ലക്ഷ്യം വെച്ച ഭരണമാറ്റം കൈവരിക്കാനാവുന്നില്ല. അപ്പോൾ ഇനി അത് ഏത് നിലയിലായിരിക്കും മുന്നോട്ട് പോവുക, ഈ യുദ്ധം എത്ര നാൾ നീളുമെന്ന് അറിയില്ല. ഏതായാലും രൂക്ഷമായ ആക്രമണമാണ്. ഗൾഫ് മേഖലകളിലും ആക്രമണം തുടരുകയാണ് ഇറാൻ. അബുദാബിയിലെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം. ഹബ്ഷാൻ ഗ്യാസ്, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഖത്തറിലെ ഇറാൻ എംബസി ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരിക്കുന്നു. സൗദിയിൽ വൻ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും ചേരുകയാണ്. റഹീസിലേക്ക് ആദ്യം. റഹീസ്, നാളെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് ഒരുങ്ങുകയാണ് അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. അതിനിടയിൽ പക്ഷേ ഈ ഇറാന്റെ ആക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള ഒരു പ്രതികരണം, പ്രത്യേകിച്ചും അറബ് ലീഗ് രാജ്യങ്ങളുടെ യോഗമെല്ലാം ചേർന്നിട്ടുണ്ടല്ലോ, എന്താണ് അവിടുത്തെ സാഹചര്യം? ഏത് രീതിയിൽ പ്രതികരിക്കാനാണ് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നത്? ദിൽന, നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനിരിക്കുകയാണ്. ഒപ്പം തന്നെ 30 ദിവസം നീണ്ട ഏറ്റവും പവിത്രമായ, ഏറ്റവും പുണ്യമായ റമദാന്റെ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ആ ദിനങ്ങളിലും ഇറാൻ വലിയ തോതിലുള്ള ആക്രമണമാണ് UAE ഉടനീളം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം നടത്തിയത്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു അറുതി വന്നിട്ടില്ല. അത് പെരുന്നാൾ ദിവസമെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനൊരു താൽക്കാലികമായെങ്കിലും ഒരു വിരാമം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലും ഇന്നലെ അബുദാബിയിലെ എണ്ണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. ഹബ്ഷാൻ ഗ്യാസ്, ഒപ്പം തന്നെ ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. ഈ 2 കേന്ദ്രങ്ങളും നിലവിൽ അടച്ചിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടുമില്ല. അത്തരത്തിലുള്ള ഒരു വിവരമാണ് അബുദാബിയിൽ നിന്ന് വരുന്നത്. അബുദാബിയിൽ മാത്രമല്ല ദുബായിലും ഇന്നലെ അലേർട്ട് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്രമണമുണ്ടായി, അത് ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ ഈ UAE നിന്നും പുറത്തു വരുന്നത്. അത് അബുദാബിയിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദുബായ് കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണം ആയിക്കോട്ടെ, ഇവിടെയൊക്കെയും കാര്യമായിട്ട് ആക്രമണം ഉണ്ടായെങ്കിലും അത് ചെറുക്കാൻ കഴിഞ്ഞു, പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഈ 2 ഡ്രോണുകളാണ് ഈ ഹെബ്ഷൻ ഒപ്പം തന്നെ ബാബ് എന്നീ ഇന്ധന കേന്ദ്രങ്ങളിലേക്ക് ഈ ആക്രമണം നടത്തിയപ്പോൾ 2 ഡ്രോണുകൾ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവശിഷ്ടങ്ങൾ വീണാണ് സത്യത്തിൽ അവിടെ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമായ പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഈ ഖത്തറിലെ ഇറാൻ എംബസി ഉദ്യോഗസ്ഥരെ പുറത്താക്കിയ വിവരം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എംബസിയിലെ മിലിറ്ററി അറ്റാഷെ, സെക്യൂരിറ്റി അറ്റാഷെ എന്നിവരും മറ്റ് ജീവനക്കാരും 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പേഴ്സണൽ നോൺ ഗ്രാറ്റ ആണ് അവർക്കെതിരെ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർ, വിദേശ നയതന്ത്രജ്ഞർ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ തങ്ങളുടെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന നടപടി അത് ഖത്തർ കൈക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഖത്തറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കും ഖത്തർ ഇടപെടുകയാണ്. പ്രത്യേകിച്ച് ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രി സിറ്റിയിൽ മിസൈൽ ആക്രമണം ഉണ്ടായത് അത് വലിയൊരു ആക്രമണമായിരുന്നു. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ LNG ഉൽപാദന കേന്ദ്രമാണ് ഈ റാസ് ലഫാൻ. അതിന് പിന്നാലെയാണ് സത്യത്തിൽ ഈ ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ കാര്യമായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും മറ്റുമൊക്കെ കടന്നത്. അത് ഈ ഒരു റാസ് ലഫാൻ പ്രദേശത്തുണ്ടായ വൻ തീപിടുത്തത്തിന്റെ ഭാഗമായിട്ടുമൊക്കെയാണ്. കാരണം ഈ നിലവിലിപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ വിതരണവും മറ്റും അതിന്റെ എക്സ്പോർട്ടേഷൻ ഒക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നാൽ തന്നെ അത് സാധാരണ നിലയിലെത്താൻ കുറെ നാളുകൾ പിടിക്കും. എന്നാൽ ഈ എണ്ണ കേന്ദ്രങ്ങൾ അവിടെ കാര്യമായിട്ട് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതിനെതിരെ ആദ്യം പ്രതികരിച്ചത് UAE ആണ്. പിന്നീട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഓരോന്നും പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു വലിയ പ്രത്യാഘാതത്തിന് കാരണമാകുമെന്നാണ് UAE തന്നെ
വ്യക്തമാക്കിയത്. അപ്പോൾ ആ നിലയ്ക്കുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് വലിയ തോതിൽ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒന്നുകൂടി അതിൽ ഓരോ വിഷയങ്ങളായി എടുത്തുകൊണ്ട് പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തം. നേരത്തെ ഈ ഇറാൻ ആക്രമണത്തെ മാത്രം അപലപിച്ചുവെങ്കിൽ ഇപ്പോൾ എല്ലാ ആക്രമണങ്ങളെയും ഏതാണ്ട് എതിർക്കുന്ന നിലയിലേക്ക് നിലപാട് മാറ്റേണ്ട തരം അത് ആ ഒരു അവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പായും പറയേണ്ടി വരും. മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോയാൽ ബഹ്റൈനിൽ രാവിലെ 2 തവണ അലേർട്ട് ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാത്രിക്ക് ശേഷം 2 തവണ അലേർട്ട് നൽകിയിട്ടുണ്ട്, സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. കാര്യമായ ആക്രമണം അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുവൈറ്റിൽ നിന്നും കാര്യമായിട്ടുള്ള ആക്രമണങ്ങളുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ഇന്നലെയും ആക്രമണങ്ങൾ പ്രതിരോധിച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ വളരെ പ്രധാനമായും UAE അറിയിക്കുന്ന ഒന്ന്, ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അത് ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ വ്യാജ വാർത്ത, ആ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പണം പിൻവലിക്കുന്നതിനും മറ്റുമൊക്കെയായിട്ട്. അപ്പോൾ അതൊക്കെയും ഒരു നിയന്ത്രണവും ഇല്ല എന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിക്കുന്നു. ആക്രമണം തുടരുകയാണ്. എന്തായാലും നാളെ ഈദ് ദിനത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു വിരാമം ഈ ആക്രമണത്തിന് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ശരി, മുഹമ്മദ് റഹീസാണ് UAE നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ജലീൽ കണ്ണമംഗലം ചേരുകയാണ് ജിദ്ദയിൽ നിന്ന്. ജലീൽ, സൗദിക്ക് നേരെ ഈ ദിവസങ്ങളിലെല്ലാം കടുത്ത ആക്രമണമായിരുന്നു. ഇന്നലെ രാത്രിയിലും അത് തുടർന്നു. പക്ഷേ എണ്ണപ്പാടങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്ത് വരികയാണ്. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. നയതന്ത്ര ബന്ധം പോലും അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഇനി 1 ഇഞ്ച് പോലും, അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണം അത് അനുവദിച്ചുകൂടാ എന്ന നിലയിലേക്ക്, അത് ഇറാന്റെ ഭാഗത്തു നിന്നായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായാലും ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ഒരു സമ്മർദ്ദം ചെലുത്തുന്ന നിലയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ പോവുകയാണോ? സൗദിയിലെ സാഹചര്യം എന്താണ്? ഗോകുൽ, ദിൽന, ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണ പരമ്പരയാണ് സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത്. 16 ഡ്രോണുകളും 11 മിസൈലുകളും സൗദി പ്രതിരോധ സേന കഴിഞ്ഞ രാത്രി വിജയകരമായി തകർത്തു. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം തലസ്ഥാന നഗരമായ റിയാദും സാമ്പത്തിക തന്ത്രപ്രധാന മേഖലയായ കിഴക്കൻ പ്രവിശ്യയും ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയെ സംബന്ധിച്ചിടത്തോളം റിയാദിലെ സാഹചര്യമാണ് ഏറ്റവും ഗൗരവം. നഗരത്തിന് നേരെ തൊടുത്തുവിട്ട 8 ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധ സേന തകർത്തു. എന്നാൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ചതിനെ തുടർന്ന് ഏഷ്യൻ വംശജരായ 4 പ്രവാസികൾക്ക് പരിക്കേറ്റു എന്നാണ് സിവിൽ ഡിഫൻസ് വക്താവ് അറിയിക്കുന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റിയാദിലെ ഒരു താമസ സ്ഥലത്താണ് മിസൈൽ ഭാഗങ്ങൾ വീണത്. ഇതിനെ തുടർന്ന് കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും ഭാഗികമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തെക്കൻ റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപവും മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ റിയാദിൽ എത്തിയത് ഇന്നലെ രാത്രിയായിരുന്നു. ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. ജോർദാൻ, തുർക്കി, ഖത്തർ, ബഹ്റൈൻ, UAE, അസർബൈജാൻ, സിറിയ തുടങ്ങി പല രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ റിയാദിൽ എത്തിയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ ഈ സമ്മേളനം അല്പം മുമ്പാണ് റിയാദിൽ നടന്നത്. ഏറെ വൈകിയാണ് ഈ യോഗം സമാപിച്ചത്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിലുണ്ടായത്. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കരാറുകളുടെയും ലംഘനമാണ് എന്ന് യോഗത്തിൽ സംസാരിച്ച സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ഈ ആക്രമണങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മേഖലയിൽ ഭീകര സംഘങ്ങളെ വളർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഇറാന്റെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇസ്ലാം മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അയൽ രാജ്യങ്ങളുമായുള്ള മര്യാദ ഇറാൻ ലംഘിച്ചു. ഗൾഫ് രാജ്യങ്ങളുടെ കരുത്തിനെ കുറച്ച് കാണരുത് എന്നും സൗദി വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്നലെ രാത്രി മറ്റൊരു പ്രധാന ആക്രമണം നീക്കം നടന്നത് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലാണ്. സൗദിയുടെ ഊർജ്ജ വാതക നിലയങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ആക്രമണം ഉണ്ടായത്. ഒരു ഗ്യാസ് പ്ലാന്റിന് നേരെ 2 തവണ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. കൂടാതെ മേഖലയിലെ ഒരു പ്രധാന ഊർജ്ജ നിലയം ലക്ഷ്യമാക്കി വന്ന 5 ഡ്രോണുകളെയും പ്രതിരോധ സേന വെടിവെച്ചിട്ടു. കിഴക്കൻ പ്രവിശ്യയിൽ മാത്രം വിവിധ ഘട്ടങ്ങളിലായി 15 ഡ്രോണുകളും
2 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് കഴിഞ്ഞ രാത്രി തകർത്തത്. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വാതക മേഖലയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലായിരുന്നു ഈ നീക്കങ്ങളൊക്കെ. ഇതിനു പുറമെ അൽഖർജ് മേഖലയിലും ഇന്നലെ രാത്രി ഒരു ഡ്രോൺ ആക്രമണം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആകെ കണക്കെടുത്താൽ 16 ഡ്രോണുകളും 11 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് കഴിഞ്ഞ രാത്രി പ്രതിരോധ സേന തകർത്തത്. റിയാദിലും അൽഖർജിലുമൊക്കെ ആളുകൾക്ക് അപകട മുന്നറിയിപ്പ് കഴിഞ്ഞ രാത്രി ലഭിച്ചിരുന്നു. ആക്രമണം നടന്ന ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് സംഘം ഈ അപകട സ്ഥലത്ത് എത്തിയിരുന്നു. പ്രത്യേകിച്ച് റിയാദിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം മിസൈൽ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിൽ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണക്കാരെയൊക്കെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രകോപനങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഗോകുൽ ദിന. ജലീൽ കണ്ണമംഗലമാണ് അജിത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും. ഏതായാലും ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഈ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണം, ഒപ്പം ഇസ്രയേലിലെ ആക്രമണം അവസാനിപ്പിക്കണം എന്നത് ഇന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ഇതിൽ പങ്കാളികളല്ലെങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരാണ്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലേക്ക് UAE അടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ സൗദിയിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ എണ്ണ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ വലിയ ആശങ്കയുമുണ്ട്. പെരുന്നാൾ പ്രമാണിച്ചെങ്കിലും ഒരു ഇടവേള യുദ്ധത്തിനുണ്ടാകും. സമാധാനത്തോടുകൂടി പെരുന്നാളെങ്കിലും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സംഘർഷ വാർത്തകളിൽ നിന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇനിയും തീരുമാനമായില്ല. പെരുമ്പാവൂർ സീറ്റ് ഉൾപ്പെടെ 5 സീറ്റുകളിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകും. പുലർച്ചെ 2:15 ഡൽഹിയിലെ ചർച്ചകൾ പൂർത്തിയായത്. കോൺഗ്രസിന്റെ 40 സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ചുരുങ്ങിയ സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും തീരുമാനമെടുത്തെന്നും MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ചുരുങ്ങിയ സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ AICCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം പ്രഖ്യാപനം നാളെ ഉണ്ടാവും. ഞങ്ങൾ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല. അത് AICCയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കപ്പെടും. ആരെയും തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ 24 മണിക്കൂർ നടന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നടക്കാതെന്ന് നിങ്ങൾക്കറിയാലോ. സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ എത്താൻ പറ്റിയില്ല അല്ലേ. ഒരു ദിവസം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹത്തിന് സുഖമില്ലാതായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഡയാലിസിസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് അവിടെ താമസിക്കുന്നത്. ഞങ്ങളൊക്കെ ഫോണിലൊക്കെ അദ്ദേഹമായിട്ട് പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളെപ്പോഴൊക്കെ ബന്ധപ്പെടറല്ലേ, അവരൊക്കെ ആയിട്ട് എപ്പോഴും ബന്ധപ്പെടറല്ല. അതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറയും ഇന്ന് പോകണമെന്ന് വിചാരിച്ചു അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നിങ്ങൾക്കറിയാലോ സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് പോകാൻ പറ്റാറുള്ളത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, പത്രികാ സമർപ്പണത്തിന് ഇനി 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴും ഈ 2ാം ഘട്ടം അതും കടന്ന് ഇനി ഒരു 3ാം ഘട്ട പട്ടികയിലെ പൂർത്തിയാകൂ എന്ന നിലയിലേക്ക് പോകുന്നു ചർച്ചകൾ. നമുക്കറിയാം ഇന്നലെയും ചില കാര്യങ്ങളിൽ ഇളവ് നൽകും, കെ സുധാകരനും അടൂർ പ്രകാശിനും ഒക്കെ ഇളവ് നൽകുമെന്ന സൂചനകളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന് ആ ഇളവിൽ അതൃപ്തി ഉണ്ട് എന്ന വാർത്തകളും രാത്രി വന്നു. എവിടെയൊക്കെയാണ് തർക്കം നിലനിൽക്കുന്നത്, ആ തർക്കം എങ്ങനെ പരിഹരിച്ചാലും മുറുമുറുപ്പുകൾ ഉയരുമെന്നത് ഉറപ്പാണ്. അങ്ങനെ ഈ കൊച്ചിയിലെ പേരുകളൊക്കെ ഉയരുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള മാരത്തോൺ ചർച്ചകൾ അത് അതീവ നാടകീയമായ രംഗങ്ങൾക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി സാക്ഷ്യം വഹിച്ചത്. പ്രധാനമായും ഇന്നലെ മാത്രം 3 CEC യോഗങ്ങളായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. അത് 40 സീറ്റുകൾ മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളത്. ആ 40 സീറ്റുകൾക്ക് വേണ്ടി 3 ഘട്ടമായാണ് CEC യോഗം ചേർന്നത്. ആദ്യ യോഗം അതിനുശേഷം പിരിഞ്ഞ് പുതുച്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള CEC
ചേരുന്നതിനിടെയാണ് കേരളത്തിൽ ചില സീറ്റുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ 3 സീറ്റുകൾ അടക്കമുള്ള ഇടങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് വീണ്ടും ഒരു യോഗം ചേരാൻ തീരുമാനിച്ചത്. വൈകിട്ട് 7 മണിയോടെ തിരുവനന്തപുരത്ത് പ്രധാനമായും നെടുമങ്ങാട്, വാമനപുരം സീറ്റുകളിലായിരുന്നു തർക്കം നിലനിന്നത്. ഒപ്പം തന്നെ ഇടുക്കി സീറ്റിലും ഒന്നിലധികം പേരുകൾ മുന്നോട്ട് വച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു, ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്താത്ത ഒരു പശ്ചാത്തലത്തിൽ ആണ് വീണ്ടും ഒരു യോഗം ചേരാൻ തീരുമാനിച്ചത്. എന്നാൽ ആ യോഗം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് MP-മാരുടെ കാര്യമായിരുന്നു പ്രധാന പ്രതിസന്ധിയായി, കീറാമുട്ടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നേതാക്കൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ മുതിർന്ന 2 നേതാക്കൾ MP-മാർ കെ സുധാകരൻ ഒപ്പം തന്നെ അടൂർ പ്രകാശ്, ഇവർ രണ്ടുപേരും മത്സരിക്കാൻ താല്പര്യമറിയിച്ചു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. കെ സുധാകരൻ പരസ്യമായി തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചെങ്കിൽ അണിയറയിലൂടെ എല്ലാ ഒരുക്കങ്ങളും അടൂർ പ്രകാശും നടത്തിയിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി. ഒപ്പം തന്നെ കെ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് പോയേക്കുമെന്നുള്ള സൂചനകൾ, അതിനായുള്ള മുന്നൊരുക്കങ്ങളും അദ്ദേഹത്തിന്റെയും അടൂർ പ്രകാശിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മത്സരിക്കാൻ ആവശ്യമായ രേഖകൾ ഉൾപ്പെടെ, നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിരുന്നു ഇരു നേതാക്കളും. കൂടാതെ കെ സുധാകരൻ ഇന്നലെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സമവായ നീക്കം ശക്തമാക്കുകയും തുടർന്ന് ഉടൻ മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന സുധാകരൻ അംഗീകരിക്കുകയും ചെയ്തത്. തുടർന്നാണ് വൈകിട്ട് ചേർന്ന യോഗത്തിൽ ഈ ഇരു നേതാക്കളെയും മാറ്റി നിർത്തിയാൽ അത് പാർട്ടിക്കുണ്ടാകുന്ന കടുത്ത തിരിച്ചടി, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻ തീരുമാനം, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഇവരെ ഉൾപ്പെടുത്താനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയത്. എന്നാൽ ആ ഘട്ടത്തിലാണ് പുതിയ ഒരു പ്രതിസന്ധി ഉണ്ടായതും. മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം ഈ രണ്ടാമത്തെ യോഗത്തിൽ അദ്ദേഹം ഭാഗമായിരുന്നില്ല. അദ്ദേഹം ഇത്തരത്തിൽ തീരുമാനം തിരുത്താൻ ഇടയായ സാഹചര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും അക്കാര്യം സംബന്ധിച്ച് വീണ്ടും ഒരു യോഗം അദ്ദേഹത്തിന്റെ വസതിയിൽ ഇന്നലെ 11 മണിക്ക് രാത്രി ആരംഭിക്കുകയും ചെയ്തു. അത് ഇന്ന് പുലർച്ചെ 2:15 ആ ഒരു യോഗം പൂർത്തിയായത്. എന്തായാലും ആ യോഗം പൂർത്തിയായി ഇറങ്ങിയ നേതാക്കൾ വ്യക്തമാക്കുന്നത് 40 സീറ്റുകൾ, അവശേഷിക്കുന്ന 40 സീറ്റുകളിൽ 5 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനമാകാനുള്ളത്. അതും ചർച്ചകൾ കഴിഞ്ഞു, തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. ആ തീരുമാനം ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കളുടെ കൂടി അഭിപ്രായം അറിഞ്ഞായിരിക്കും തീരുമാനമെടുക്കുക. മറ്റ് 35 സീറ്റുകളുടെ പട്ടിക ഇന്ന് രാവിലെ തന്നെ പ്രഖ്യാപിക്കും. ആ ഒരു പ്രഖ്യാപനം രാവിലെ 11 മണിയോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സീറ്റുകളിൽ തന്നെ പല സീറ്റുകളിലും തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിൽ പ്രത്യേകിച്ച് കൊച്ചി സീറ്റിൽ ഒന്നിലധികം പേരുകൾ ഉണ്ടായിരുന്നു. അത് തർക്കത്തിന് ഇടയാക്കിയിരുന്നു ഈ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ തമ്മിൽ. എന്നാൽ ആ സീറ്റിലേക്ക് മുഹമ്മദ് ഷിയാസിന്റെ പേര് ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം 5 സീറ്റുകളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമാകാനുണ്ട്. അതിൽ പെരുമ്പാവൂർ സിറ്റിംഗ് സീറ്റാണെങ്കിൽ പോലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ ലഭിച്ച പരാതികൾ ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അത് പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ച സാഹചര്യമുണ്ടായത്. തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഡൽഹിയിലെത്തി നേതാക്കളുമായി കാണുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ, കോന്നി മണ്ഡലങ്ങളിലെ 2 മുതിർന്ന MP-മാർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച ഈ 2 സീറ്റുകളുടെ കാര്യത്തിലും തീരുമാനമാകേണ്ടതുണ്ട്. ഇതോടൊപ്പം പട്ടാമ്പി, ഉദുമ മണ്ഡലങ്ങൾ കൂടി ഈ ഒരു ബാക്കിയുള്ള 5 സീറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിലും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും അത് വൈകിട്ടോടെ ആയിരിക്കും ഇക്കാര്യത്തിലെ തീരുമാനം പ്രഖ്യാപിക്കുക എന്നുമാണ് ഡൽഹിയിൽ നിന്നും മടങ്ങുന്ന ഘട്ടത്തിൽ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മുഴുവൻ സ്ഥാനാർത്ഥികളെയും, ബാക്കിയുള്ള 40 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. എന്നാൽ ബാക്കിയുള്ള 40 2 ഘട്ടമായി, ആദ്യം 35 പേരുടെ പേരും പിന്നീട് ബാക്കിയുള്ള 5 പേരുടെ പേരുമായാകും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുന്നത് MP-മാർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. അത്തരത്തിൽ കൃത്യമായി മണ്ഡലങ്ങളുടെയോ വ്യക്തികളുടെയോ പേര് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അത് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലാണ്. ആ പരിഗണനയിലുള്ള വിഷയം ഹൈക്കമാൻഡ് അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നതുവരെ അക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും ആ ഒരു സസ്പെൻസ് തുടരുകയാണ്. കെ സുധാകരൻ ഡൽഹിയിൽ തന്നെയുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക അത് പുറത്തു വന്നിട്ട് വേണം ഇവർക്കെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് സജീവമാകാൻ. ചിഹ്നം വരച്ചിട്ട മതിലുകളും ഒപ്പം പോസ്റ്റർ ഡിസൈനുകളും വെയിറ്റ് ചെയ്യുകയാണ് പേര് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് പ്രവർത്തകരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എപ്പം തുടങ്ങാം എന്നത്. ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നതും ഒറ്റ പേരുകളല്ല,
ഒരു പാനലാണ് പല മണ്ഡലങ്ങളിലും കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നതാണ് നിലപാട്. കണ്ടറിയാം 5-6 മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് വരുന്നത്, അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ എന്താകുമെന്നതൊക്കെയും ആകാംക്ഷയാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതൃയോഗം ഇന്ന് കോട്ടയത്ത് ചേരും. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് യോഗം. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ CPIM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം അരുവിക്കരയിലും നേമത്തുമെല്ലാം കോൺഗ്രസും പ്രചാരണം നടത്തുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്ത. മേഘന മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കില്ല, പകരം ആര് സ്ഥാനാർത്ഥി എന്നത് ആ വിധി വന്നപ്പോൾ തന്നെയുള്ള ചർച്ചയാണ്. മണ്ഡലം CPIM ഏറ്റെടുത്തേക്കുമെന്ന രീതിയിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. എന്താണിപ്പോൾ അതിലൊരു തീരുമാനം? LDF എപ്പോഴേക്കൊരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാം? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. അതിൽ പ്രധാനമായും തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന ജില്ലയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ, മുഴുവൻ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു പറച്ചിൽ. പക്ഷേ ഇതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരാശയക്കുഴപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് ഒരാശയക്കുഴപ്പം നിൽക്കുന്നത്. അതിൽ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതൽ കേസിൽ ഒരു അനുകൂല വിധി ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടാകുന്നില്ല. പിന്നീടാണ് അതിൽ ആരെ നിർത്തണമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും ഇല്ലാത്തത് എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPIMനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല, അതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രൻ മത്സരിക്കണമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരള ജനാധിപത്യ കോൺഗ്രസിന്റെ ഒരു യോഗം ഇന്ന് കോട്ടയത്ത് ചേരുന്നത്. ഇന്ന് 3 മണിക്കാണ് യോഗം ചേരുക. അതിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല. ഇനി ആന്റണി രാജുവിനെ പോലെ തന്നെ ഒരു ജനപ്രീതിയുള്ള ഒരാളെ നിർത്തണമെന്നുള്ളതാണ് പാർട്ടിക്കകത്തുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ആരാണ് എന്നുള്ളതാണ് ഇനി തീരുമാനിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് സ്ഥാനാർത്ഥിത്വം വൈകുന്നതിലൊരു അതൃപ്തിയുണ്ട്, പക്ഷേ സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിനും ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് അറിയുന്നത്. കാരണം സംസ്ഥാനത്ത് തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിനുള്ള ഏക ഒരു സീറ്റാണ്, അത് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ് പാർട്ടിക്കകത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആന്റണി രാജുവിനെ പോലെ തന്നെ ജനപ്രീതിയുള്ള ഒരാൾ ആരാണ് എന്നുള്ളത് തന്നെയാണ് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്നത്. ഈ യോഗം കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പൊതു സ്വതന്ത്രൻ വരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. അതുപോലെ തന്നെ കോൺഗ്രസിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഒഴിവായിട്ടുള്ള അരുവിക്കര, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, നേമം മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ അരുവിക്കരയിൽ VS ശിവകുമാറും അതുപോലെ നേമത്ത് KS ശബരിനാഥനും കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദും മത്സരിക്കുമെന്നുള്ള കാര്യത്തിലാണ് ധാരണയുണ്ടായിട്ടുള്ളത്. അവർ ഇന്നലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദ് ഒരു പ്രചരണവുമായി മുന്നോട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ KS ശബരിനാഥും അതുപോലെ തന്നെ VS ശിവകുമാറും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ ഒരു ആശയക്കുഴപ്പം നീങ്ങുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് തിരുവനന്തപുരം സെൻട്രലിൽ അത് BJPയുടെ ആണെങ്കിലും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും സ്ഥാനാർത്ഥികൾ ഉറപ്പ് ലഭിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അങ്ങനെ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ്. സെൻട്രൽ മണ്ഡലത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ LDFൽ തുടരുകയാണ്. ഇന്ന് അതിലൊരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ പത്രിക സമർപ്പിക്കും. ഇന്നലെ പത്തനാപുരം ഗാന്ധി ഭവൻ അന്തേവാസികൾ മുഖ്യമന്ത്രിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയിരുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, കാര്യമായ റോഡ് ഷോ പരിപാടികളോടെയാണോ പത്രികാ സമർപ്പണം? ഗോകുൽ, ദിന പ്രകടനത്തോടെയാകും മുഖ്യമന്ത്രി ഇന്ന് തലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകുക. കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയനാണ് ആദ്യമായി പത്രിക നൽകുന്ന LDF സ്ഥാനാർത്ഥി. മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണം തുടങ്ങിയെങ്കിലും പിണറായി വിജയനാകും ആദ്യമായി പത്രിക നൽകുക. ഇന്നലെ പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികൾ അവിടുത്തെ അമ്മമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറിയത്. ഇന്നലെ ധർമ്മടത്ത് ചേർന്ന LDF കൺവെൻഷനിലായിരുന്നു ഈ പണം കൈമാറിയത്. അതിനുശേഷമാണ് ഇന്ന് പത്രിക നൽകാൻ തീരുമാനിച്ചത്. ഇത് 3ാം തവണയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ജനവിധി തേടുന്നത്. മുമ്പ് 3 തവണ കൂത്തുപറമ്പിൽ നിന്നും 1 തവണ പയ്യന്നൂരിൽ നിന്നും മുഖ്യമന്ത്രി ജനവിധി തേടി നിയമസഭയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് 2016 അദ്ദേഹം ധർമ്മടത്തേക്ക് മാറുന്നത്. തുടർച്ചയായ 2 മത്സരങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിച്ചത്. 3ാം തവണ ജനവിധി തേടുന്നത് 3ാം ഊഴത്തിന് കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.
കൊല്ലം ജില്ലയിൽ സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങും. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കരുനാഗപ്പള്ളി UDF സ്ഥാനാർത്ഥി CR മഹേഷ് 11 മണിക്ക് കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിലെത്തി പത്രിക നൽകും. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. കണ്ണൂർ കോൺഗ്രസിനുള്ളിൽ തർക്കം അവസാനിക്കുന്നില്ല. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെയും തളിപ്പറമ്പിൽ TK ഗോവിന്ദനെയും പിന്തുണയ്ക്കുന്നതിനെതിരെ പ്രാദേശിക തലത്തിൽ എതിർപ്പ് തുടരുകയാണ്. 2 സ്ഥലത്തും കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് പ്രാദേശിക നേതാക്കളുടെ ആവശ്യം. CPIM വിട്ട് പുറത്തു വന്നവരെ പിന്തുണയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോയാൽ വിമത സ്ഥാനാർത്ഥികളെ ഇറക്കാനും ആലോചനയുണ്ട്. കണ്ണൂർ സീറ്റിനായി K സുധാകരൻ കാണിച്ച പിടിവാശിയിൽ DCC നേതൃത്വത്തിന് അതൃപ്തിയും. അനാവശ്യ വിവാദം കണ്ണൂരിലെ ആകെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്നാണ് ആശങ്ക. ഇടുക്കി സീറ്റിൽ കോൺഗ്രസിന് കടുത്ത പ്രതിസന്ധി. കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത സീറ്റിൽ ആര് സ്ഥാനാർത്ഥിയായാലും പ്രതിഷേധമുണ്ടായേക്കും. നിലവിൽ UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴിക്കായിരിക്കുന്നു ഇടുക്കിയിൽ പ്രഥമ പരിഗണന. എന്നാൽ KPCC വൈസ് പ്രസിഡന്റ് റോയ് K പൗലോസ് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ജോയ് വെട്ടിക്കുഴിക്കെതിരെ കേരള കോൺഗ്രസ് ജോസഫിലെ ഒരു വിഭാഗം പരസ്യമായ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ജോയ് വെട്ടിക്കുഴിയെ മാറ്റി റോയ് K പൗലോസിന് സീറ്റ് ലഭിച്ചാൽ ജോയ് വെട്ടിക്കുഴി അനുകൂലികളും പ്രതിഷേധത്തിലേക്ക് നീങ്ങും. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി അസാധുവാക്കിയിരുന്നു. ഇതിനെതിരെയാണ് D കുമാർ പുനഃപരിശോധനാ ഹർജി നൽകിയത്. രാജയ്ക്ക് പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിക്കാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന D കുമാർ ഹർജി നൽകിയത്. നിലവിൽ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി കൂടിയാണ് രാജ. ഇനി ചില സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടൂർ മണ്ഡലത്തിലെ ജനത ഇരു കൈയും നീട്ടി തന്നെ സ്വീകരിച്ചെന്ന് LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ. യുവാക്കളും പ്രായമായവരും ഒരുപോലെ പിന്തുണ നൽകുന്നുണ്ടെന്നും പ്രിജി 24നോട് പറഞ്ഞു. നല്ല ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്നും പ്രിജി കണ്ണൻ വ്യക്തമാക്കി. അടൂരിലെ LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ പ്രചരണം ഇങ്ങനെ തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. ഏതാണ്ട് ആദ്യ റൗണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രചരണം എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രിജിയുടെ ക്യാമ്പ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് പ്രചരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാടിടങ്ങൾ നമുക്ക് പോകാൻ കഴിഞ്ഞു. കുറച്ചധികം മുൻതൂക്കം കിട്ടിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം എല്ലാവരെയും കണ്ടുകൊണ്ട് പരമാവധി പേരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കണമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ചെറിയൊരു മണ്ഡലമല്ല, ഒരുപാട് ഇടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഫസ്റ്റ് റൗണ്ട് പോയി കഴിയുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം, അവരുടെയൊക്കെ ഒരു ജനമനസ്സ് എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം തോന്നുന്ന രീതിയിലാണ് പ്രതികരണം. എല്ലാവരും വളരെ ആവേശത്തിലാണ്, വളരെ സ്നേഹത്തോടെയാണ് അടൂരിലെ ജനത വരവേറ്റത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഒരു കാര്യം, ഒരു ജെൻസി വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ ഒരു യൂത്ത് ഒരു നേതൃനിരയിലേക്ക് വരട്ടെ, പാർലമെന്റ് രംഗത്തേക്ക് വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ അവസരം കിട്ടാറില്ല. അപ്പോൾ പ്രിജിയെ സംബന്ധിച്ച് പ്രിജി ഒരു യൂത്താണ്, യൂത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ യൂത്തിനിടയിലുള്ള പൾസ് എന്താണ്? തീർച്ചയായിട്ടും യുവാക്കളെല്ലാം ആവേശത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും യുവത്വത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള തരത്തിൽ അവരെല്ലാവരും ആവേശത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും യുവാക്കൾ കൂടുതലായി ഇത്തരത്തിൽ പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പേരെ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം പറഞ്ഞാണ് പ്രചരണ രംഗത്ത് സജീവമാകേണ്ടത്. അപ്പോൾ അടൂരിലെ പ്രധാനപ്പെട്ട പ്രചരണായുധമായിട്ട് രാഷ്ട്രീയം എന്താണ് പ്രധാനമായി പറയുന്നത്? ഇവിടെ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അടൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമാണ്. വികസനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ UDFലും BJPയിലും അടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. UDFൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അവർ ആഭ്യന്തര വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതല്ലെങ്കിൽ LDFന് മുൻതൂക്കം നൽകുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് ജയിച്ചു വരാൻ കഴിയട്ടെ ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ വലിയ ആവേശത്തിലാണ് LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ. അടൂർ മണ്ഡലം LDF CPI നിലനിർത്തും. ഇപ്പോൾ മറ്റ് UDFലും NDAയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ LDFന് അനുകൂലമായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ കൂടിയാണ് CPI ക്യാമ്പുള്ളത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 അടൂർ.
പത്തനംതിട്ടയിൽ നിന്ന് നേരെ കോഴിക്കോടേക്കാണ്. കൊയിലാണ്ടിയുടെ മണ്ണ് തന്നെ കൈവിടില്ലെന്ന ഉറച്ച വിജയപ്രതീക്ഷയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കന്നി അംഗക്കാരനായ കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. വികസന വിരുദ്ധരോടുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്നും ജനം വികസനത്തിന്റെ നായകനെ സ്വീകരിക്കുമെന്നും പ്രവീൺകുമാർ 24-നോട് പറഞ്ഞു. കൊയിലാണ്ടിയുടെ മണ്ണ് എനിക്ക് പൊക്കിൾ കൂടി ബന്ധമുള്ള മണ്ണാണ്. ഞാൻ പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അരിശി കുറിച്ച മണ്ണാണ്. ഈ മണ്ണ് എന്നെ കൈവിടില്ല, UDF കൈവിടില്ല. ഇത്തവണ UDF തിരിച്ചു പിടിക്കും. 20 വർഷക്കാലമായി മുരടിച്ചു കിടക്കുന്ന കൊയിലാണ്ടിയുടെ വികസനം ജനം ആഗ്രഹിക്കുന്നു. അവരുടെ മുമ്പിൽ UDF അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഡോക്ടർ വന്ദന ദാസ് കൊലപാതക കേസിലെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുകയാണ്. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് കുത്തി കൊലപ്പെടുത്തിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് KG മോഹൻദാസ് പറഞ്ഞു. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മറ്റ് ശാസ്ത്രീയ പഠനത്തിന് ഉള്ള ആളുകളുടെയുമാണ് ഇവിടെ കോടതിയിൽ വിസ്തരിച്ചത്. അവരെല്ലാവരും തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് കോടതി ഈ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും സംശയാതീതമായിട്ട് തെളിഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രിയുടെ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി സൂര്യ. പ്രോസിക്യൂഷൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. വന്ദനയുടെ മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. കടുത്ത ശിക്ഷ ഉണ്ടാകണമെന്നതാണ് അവരുടെ ആവശ്യം. എപ്പോഴേക്കാണ് വിധി പ്രതീക്ഷിക്കുന്നത്? ദിൽന ഗോകുൽ, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 സുപ്രധാനമായിട്ടുള്ള വന്ദന കൊലപാതക കേസിൽ ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. നേരത്തെ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 2025 ഫെബ്രുവരി മാസത്തിലാണ് കേസിന്റെ വിചാരണ നടപടികൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. കേസിൽ 70-ലേറെ സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. പ്രോസിക്യൂഷൻ 22 തൊണ്ടിമുതലുകളും 207 രേഖകളും കേസിൽ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രതിക്ക് ശിക്ഷാവിധി കോടതി പ്രസ്താവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേസിന്റെ ഒരു ഘട്ടത്തിലൊക്കെ പ്രതിയായ സന്ദീപ് ജാമ്യം തേടി സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു. അതുപോലെ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗം കോടതിയിൽ വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും ഒക്കെ നിരത്തിയാണ് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വാദപ്രതിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ സുപ്രധാനമായിട്ടുള്ള വന്ദനാദാസ് കൊലപാതക കേസിൽ ഇന്നിപ്പോൾ അന്തിമ വിധി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പ്രസ്താവിക്കാനിരിക്കുന്നത്. 2023 മെയ് 10 പുലർച്ചെയാണ് വന്ദനാദാസിനെ മദ്യലഹരിയിൽ കാലിൽ മുറിവുമായി എത്തിയ പ്രതി സന്ദീപ് കുത്തി കൊലപ്പെടുത്തിയത്. എന്തായാലും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വന്ദനാദാസിന്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും ഒക്കെയുള്ളത്. എന്തായാലും എന്താണ് വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് സംബന്ധിച്ച് ഇന്നിപ്പോൾ അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുക. ഇനി ശിക്ഷയിൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതെന്തൊക്കെയാണ് അവർ ഉയർത്തുക എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും മാനസിക പ്രശ്നം പ്രതിക്കുണ്ട് എന്നുള്ളത് ഇനിയും ആവർത്തിക്കാൻ പ്രതിഭാഗത്തിന് കഴിയില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും. എന്തായാലും അതൊന്നും കണക്കിലെടുക്കാതെ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ആവശ്യപ്പെടുക. ഇന്നിപ്പോൾ വന്ദനാദാസിന്റെ മാതാപിതാക്കളും കോടതിയിലേക്ക് ശിക്ഷാവിധി കേൾക്കാനായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇന്നിപ്പോൾ ശിക്ഷാവിധി എന്താണെന്ന് നമുക്കറിയാം. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളം കാത്തിരിക്കുകയാണ് ആ കൊടുംക്രൂരതയ്ക്കുള്ള ശിക്ഷ എന്താണ് എന്നറിയാൻ. കോഴിക്കോട് നിന്ന് വരുന്നൊരു വാർത്തയാണ്. റോഡിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ATMന്റെ സൈറൻ മുഴങ്ങിയത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലം ടൗണിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വർഷ ഗിരീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വർഷ, എന്താണ് സംഭവിച്ചത്?
ദിൽന, ഗോകുൽ, ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. തൊട്ടിൽപ്പാലം ടൗണിന് സമീപം കാനറ ബാങ്കിന്റെ ATMന്റെ സൈറനാണ് മുടങ്ങിയത്. റോഡിൽ ഉഗ്ര ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചതാണ് ഈ സൈറൻ മുഴങ്ങാൻ കാരണമായത്. അതേസമയം ഈ നാട്ടുകാരെല്ലാം പരിഭ്രാന്തരാവുകയായിരുന്നു. ശേഷം തൊട്ടിൽപ്പാലം പോലീസും KSEBയും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. അവർ ബാങ്ക് അധികൃതരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ശേഷം അവർ എത്തിയ ശേഷമാണ് സൈറൻ ഓഫാക്കിയത്. എന്തായാലും വലിയൊരു പരിഭ്രാന്തി തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രി തൊട്ടിൽപ്പാലം ടൗണിൽ ഉണ്ടായത്. എന്തായാലും ഈ പടക്കം പൊട്ടിച്ചവർക്കെതിരെ തൊട്ടിൽപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതികളെ കണ്ടെത്തിയാൽ കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പടക്കം പൊട്ടിച്ച് പണി വാങ്ങിച്ചു എന്നാണ് പറയാം. ഒരാഘോഷമായിരുന്നു. പക്ഷെ കുറേ പേർ ഉറക്കം കെടുത്തി. അത് ഉദ്യോഗസ്ഥരായാലും ആ പ്രദേശത്തുകാരായാലും. ഇനി ATMന്റെ സമീപത്ത് ഇങ്ങനെ പടക്കം പൊട്ടിക്കരുത് എന്നത് കൂടിയാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നോ ക്രാക്കേഴ്സ് സോണായിട്ട് ATM നമ്മൾ കരുതുക. ഓക്കെ. അപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ പോലീസുകാരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ വാർത്ത വരുന്നു. കണ്ണവം സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ UP അർജുന്റെ വീട്ടിലേക്കാണ് ബോംബെറിഞ്ഞത്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രി 12:40ഓടെയാണ് ഈ സംഭവം നടക്കുന്നത്. വലിപ്പമുള്ള സ്റ്റീൽ ബോംബാണ് വീടിന്റെ വരാന്തയിൽ പതിച്ചത്. സംഭവ സമയം അർജുനും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. കാലപ്പഴക്കം ചെന്ന ബോംബ് ആയതിനാലാണ് എറിഞ്ഞിട്ട് പൊട്ടാത്തത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ ഇന്നലെ രാത്രി ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ അർജുന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബ് എറിഞ്ഞതെന്നാണ് സംശയിക്കുന്നത്. ഇവർ മുഖംമൂടി ധരിച്ചിരുന്നതായും നമ്പർ പ്ലേറ്റ് മറച്ച ബൈക്കിലാണ് ഇവർ വന്നിരുന്നതായും ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു. ആളുകളുടെ ശ്രദ്ധയിൽ ഇവർ പോകുന്നതും പെട്ടിരുന്നു. പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് ആ പോലീസുകാരന്റെ വീട്ടിലേക്ക് കടന്ന് ബോംബേറിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്നുള്ളത് വെറും വ്യാഖ്യാനം മാത്രമാണെന്ന് പാലക്കാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി NMR റസാഖ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നല്ല സൗഹൃദം മാത്രമാണ്. LDF മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും റസാഖ് 24നോട് പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഹോട്ടൽ വ്യവസായിയുമായ NMR റസാഖാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. അപ്പോൾ മത്സരരംഗത്ത് ആദ്യമായാണ്. അപ്പോൾ എത്രത്തോളമുണ്ട് വിജയപ്രതീക്ഷകൾ, എങ്ങനെയാണത് നോക്കി കാണുന്നത്? വിജയപ്രതീക്ഷ 100%. മത്സരരംഗത്ത് ആദ്യമാണ്. വിജയപ്രതീക്ഷ 100%. ഹോട്ടൽ വ്യവസായിയായിട്ടാണ് NMR റസാഖിനെ പാലക്കാട്ടുകാർക്ക് സുപരിചിതം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു നിയമസഭ പോലുള്ള മത്സരരംഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? ഈ പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്? 100%. പാലക്കാട് എന്നും ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണാണ്. ചില ഘട്ടങ്ങളിൽ പറയുന്ന ചില നരേറ്റീവ്സ് ഉണ്ടാക്കിക്കൊണ്ട് എവിടെയോ ഒരു മനസ്സിനകത്തൊരു പേടി ഉണ്ടാക്കിക്കൊണ്ടൊരു വിജയം ആവർത്തിച്ച് വന്നാണ്. അത് ഇപ്രാവശ്യം തീർത്തും ഇല്ലാതാവും എന്നുള്ളത് തന്നെയാണ്, ഉറപ്പാണത്. എന്നാൽ UDF പറയുന്നത് UDFും BJPയുമായിട്ടാണ് ഇവിടെ പോരാട്ടം. കാരണം LDF ചിത്രത്തിൽ പോലും ഇല്ല എന്നാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ LDF 3ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എപ്പോഴും കഴിഞ്ഞു? അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അവിടെ 2ാം സ്ഥാനം LDF ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് 1ാം സ്ഥാനം 3ാം സ്ഥാനം നേരിട്ട് ഇത് മാറ്റിവെക്കുക? അപ്പോൾ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഉള്ള LDFും UDFും തന്നെയാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. നേരിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇതുവരെ പാലക്കാട്ടുകാർക്ക് അങ്ങേ അറിയുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് കണ്ടിട്ടുള്ളത്. VK ശ്രീകണ്ഠൻ MP അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, ഇപ്പോൾ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിൽ ഒരു ചിത്രമാണ് താങ്കളെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. ഞാനൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഏത് പാർട്ടികളിലും രാഷ്ട്രീയ പാർട്ടികളിലും മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഒരു സംരംഭകനാണ്. സംരംഭക എന്ന നിലയിൽ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. എന്നും നമുക്ക് ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പല ഘട്ടങ്ങളിലും അവരൊക്കെ ജനപ്രതിനിധികളാണ്. ഈ ജനപ്രതിനിധികളുമായിട്ടൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലും കാണലും കൂടിച്ചേരലുകളും സംസാരങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു വ്യാഖ്യാനിക്കല്ല, അങ്ങനെ ഒരു സംഭവമായിട്ട് വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. ഇന്നു മുതലാണ് പ്രചാരണമൊക്കെ ആരംഭിക്കാൻ പോകുന്നത്? ഈ നിമിഷം മുതൽ ആരംഭിക്കുക. അടുത്ത് കണ്ണാടിയിൽ മീറ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഹോട്ടൽ വ്യവസായിയും അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ NMR റസാഖും അതുപോലെ തന്നെ LDF ക്യാമ്പും ഉള്ളത്. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. കെ സുധാകരന്റെ പരിഭവം UDFന് തിരിച്ചടിയാകില്ലെന്ന് ആലുവയിലെ സ്ഥാനാർത്ഥി അൻവർ സാദത്ത്. MPമാർ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ഫലം വരുമ്പോൾ 100-ൽ കൂടുതൽ സീറ്റുകൾ UDF വിജയിക്കും. അതിലൊന്ന് ആലുവയായിരിക്കുമെന്നും അൻവർ സാദത്ത് 24നോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
ആലുവ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻവർ സാദത്ത് ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അൻവർ സാദത്തിന് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല എന്ന് നമുക്ക് ആ മുഖത്ത് നിന്ന് കാണാം. കാരണം ഇത് UDFന്റെ ഒരു കോട്ട തന്നെയാണ്. ഇത്തവണയും വലിയൊരു ഭൂരിപക്ഷം എതിർ സ്ഥാനത്തുള്ളയാള് അധികം വോട്ട് പിടിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല, നമുക്ക് അറിയാം, നമുക്ക് നല്ല ഭൂരിപക്ഷം തന്നെ ജയിക്കാൻ സാധിക്കും. അതിനകത്തൊരു ആത്മവിശ്വാസക്കുറവില്ല. നമുക്ക് ഭൂരിപക്ഷം തന്നെ ജയിക്കാൻ സാധിക്കും. ഇപ്പൊ ആര് സ്ഥാനാർത്ഥിയായാലും നമ്മളുടെ പൊളിറ്റിക്കൽ വർക്കും ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ ഈ 3 തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ആലുവയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു ലീഗെന്നോ അല്ലെങ്കിൽ വേറൊരു മുന്നണികൾ അതിനകത്ത് വരുന്നില്ല. ഒരു UDF എന്നൊരു പേര് തന്നെയായിട്ടാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത് ടീം UDF ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം എക്കാലത്തും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ തവണ ഇപ്പൊ ഞങ്ങളുടെ മറ്റുള്ള കമ്മിറ്റികളൊക്കെ പൂർത്തിയായി. ഇപ്പൊ മറ്റുള്ള ഞങ്ങളുടെ ബൂത്ത് അല്ലെങ്കിൽ മീറ്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത ഈ 23-ാം തീയതിയാണ് കൺവെൻഷൻ, UDFന്റെ കൺവെൻഷൻ. അങ്ങനെ സത്യം ഷോർട്ട് പീരീഡാണല്ലോ തെരഞ്ഞെടുപ്പ്. LDFന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 ദിവസത്തിനൊക്കെ ശേഷമാണ് UDFന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. അതൊരു പ്രചരണത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ഒരു മോശമായ രീതിയിൽ ബാധിക്കും? ഇല്ല, അങ്ങനെ വൈകിട്ടില്ലല്ലോ, ഒരിക്കലും വൈകിട്ടില്ലല്ലോ. സാധാരണ നോമിനേഷന്റെ തലേദിവസമാണ് പലവർക്ക് തീരുമാനിക്കാറ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇപ്പൊ ആദ്യഘട്ടമായി ഇന്ന് ബാക്കി UDFന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നിപ്പോ ബാക്കി എല്ലാ വൈകിട്ടത്തോടെയൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ഒരു തടസ്സമില്ല. MPമാര് മത്സരിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ സുധാകരന്റെ വിഷയമൊക്കെ അത് കോൺഗ്രസിനെ മോശമായി ബാധിക്കുമോ? അല്ല, അതൊക്കെ ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനമെടുക്കും. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കുന്നതല്ല. അല്ല, അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഞങ്ങൾക്ക് തന്നെ പാർട്ടിയിൽ ഇപ്പൊ ഞാൻ മത്സരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്റെ കൂടുതലുള്ള സഹപ്രവർത്തകർ അല്ലെങ്കിൽ മറ്റവരല്ല, അത് പാർട്ടിയെ തീരുമാനിക്കണം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്, യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾ അത്ര മടുത്തു ഈ സർക്കാരിന്. ഇടതുപക്ഷ അനുഭാവികളായ ആളുകളൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ തവണ വോട്ടുണ്ട് കേട്ടോന്ന്. അപ്പൊ കഴിഞ്ഞ തവണ ചെയ്തിട്ടില്ല, മനസ്സിലായ? അപ്പൊ അതെന്താണ്? ഈ ഗവൺമെന്റിന് ഒരു ജനവികാരമുണ്ട്, അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ജനവികാരം കേരളത്തിലെമ്പാടുമുണ്ട്, ആലുവയിലുമുണ്ട്. ഈ ഗവൺമെന്റിനെതിരുള്ള ആ ജനവികാരം ഒരു സംശയമില്ല. UDF 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരും, യാതൊരു സംശയമില്ല. അതിൽ ഒരു സീറ്റ് ആലുവയായിരിക്കും, യാതൊരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആലുവ ഇത്തവണയും അത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അത് തെരഞ്ഞെടുക്കപ്പെടും എന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്നും സ്വാതി കൃഷ്ണനൊപ്പം ആൻമരിയ സനി, 24. തിരുവനന്തപുരം പാറശാലയിലും കോൺഗ്രസിന് വിമതൻ എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പാറശാല മുൻ കോൺഗ്രസ് MLA AT ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, ഒരു സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു, അത് ലഭിക്കാത്തതുകൊണ്ടുള്ള വിമത നീക്കം ഇതാണോ മനസ്സിലാക്കേണ്ടത്? ഗോകുൽ, പാറശാല നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും മാറി മാറി സഹായിച്ചിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി CK ഹരീന്ദ്രൻ MLA ആയി തുടരുന്നു. അതിനിടയിലാണ് കോൺഗ്രസിനുള്ളിലും ഒരു വിമത നീക്കം ഉണ്ടാകുന്നത്. അതിൽ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഒരു വിമത നീക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ AT ജോർജ്, കോൺഗ്രസിന്റെ മുൻ MLA ആയിട്ടുള്ള 2011 മുതൽ 16 വരെ കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള AT ജോർജാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നീക്കം നടത്തുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അതിൽ AT ജോർജുമായി സംസാരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പങ്കുവയ്ക്കുന്നില്ല, മറിച്ച് ഒരു പൊതുവികാരം കണക്കിലെടുത്ത് മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ ഈ പാറശാല മണ്ഡലത്തിൽ നിന്നുള്ള ആരെയും സ്ഥാനാർത്ഥിയാക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ആരെയും സ്ഥാനാർത്ഥിയാക്കാത്തതുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. മറ്റ് ഈ കോൺഗ്രസിനോട് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹം പങ്കുവച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വരുന്നത് നെയ്യാറ്റിൻകര സനലാണ്. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരാളെ ഈ പാറശാലയിൽ വന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. അതിനെതിരെ പ്രാദേശിക വികാരമുണ്ട്, അതുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യമാണ് AT ജോർജ് പറയുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ തന്നെ ഇപ്പോഴും കോൺഗ്രസിൽ അംഗത്വമുള്ള കോൺഗ്രസിന്റെ സജീവ നേതാവാണ് AT ജോർജ്. ഇപ്പോൾ ഈ ഒരു ആശയപരമായിട്ടുള്ള വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ കാലയളവിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല. പക്ഷേ മുന്നേ സജീവമായിട്ടുള്ള കോൺഗ്രസിന്റെ MLA ആയിരുന്നു. പിന്നീട് ഈ AT ജോർജിന്റെ ഒരു ടേം കഴിഞ്ഞ ശേഷമാണ് CK ഹരീന്ദ്രൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എത്തുകയും
വരികയും പിന്നീട് അവിടെ 2 വർഷം തുടർച്ചയായി MLA ആയി തുടരുകയും ചെയ്തത്. ഇപ്പോഴും കെ ഹരീന്ദ്രൻ തന്നെയാണ് മത്സരിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് AT ജോർജ് ഒരു വിമത നീക്കം നടത്തുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടുമോ എന്നുള്ള കാര്യം കൂടി കണ്ടറിയേണ്ടതുണ്ട്. സ്ഥാനാർത്ഥിത്വം അത് കോൺഗ്രസിന് ഭീഷണിയാകുമോ എന്ന് കണ്ടറിയണം. ആലപ്പുഴയിലും കുട്ടനാട്ടിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തും വരികയാണ് ഒരു വിമത സ്ഥാനാർത്ഥി. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഇല്ലെന്ന സൂചന, ഒപ്പം മറ്റ് ചില മണ്ഡലങ്ങളിലെ സൂചനകൾ കൂടി വരുന്നുണ്ട്. കായംകുളത്ത് M ലിജുവും ഒപ്പം പൂഞ്ഞാറിൽ അലോഷ്യസ് സേവറും ഒക്കെ സീറ്റ് ഉറപ്പിക്കുകയാണ്. നേമത്ത് K ശബരിനാഥൻ ഇറങ്ങുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എൽദോസ് കുന്നപ്പള്ളിയുടെ സമ്മർദ്ദം, യാക്കോബായ സഭയുടെ സമ്മർദ്ദം, ഒപ്പം രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദം, ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നേതൃത്വം സീറ്റ് നൽകുന്നില്ല എന്നാണോ? ഗോകുൽ, ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ഘട്ടം മുതൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ, തർക്കങ്ങൾ നിലനിന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതികൾ അത് തന്നെയാണ് ഈ സീറ്റിന് വലിയ തടസ്സമായി മാറിയതും. അത് ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ ആ ഒരു പരാതികൾ എത്തിയതോടെയാണ് സ്ഥാനാർത്ഥിത്വം പിന്നീട് തീരുമാനിക്കാം എന്ന നിലയിൽ മാറ്റിവെക്കുകയും പിന്നീട് ആ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സിറ്റിംഗ് MLA മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല ശക്തമായി വാദിച്ചിരുന്നു. M വിൻസെന്റിന്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല വാദിച്ചത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഉൾപ്പെടെ പരിശോധനയിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ പെരുമ്പാവൂർ സീറ്റിൽ മനോജ് മൂത്തേടനെയാണ് നിലവിൽ പരിഗണനയിലുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. സമാനമായി തന്നെ MP-മാരുടെ കാര്യത്തിലും MP-മാർ മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും 2 MP-മാരുടെ കണ്ണൂർ സീറ്റ്, കോന്നി സീറ്റ് എന്നിവയുടെ കാര്യത്തിൽ ഇരുവരും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട പേരുകൾ ഉൾപ്പെടെ ഉള്ള പട്ടികയാണ് തയ്യാറായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കണ്ണൂർ സീറ്റിൽ TO മോഹനെയും കോന്നിയിൽ സതീഷ് കൊച്ചു പറമ്പിലിനെയുമാണ് പരിഗണനയിൽ ഉള്ളത്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഈ മാറ്റിവെച്ചിരിക്കുന്ന 5 സീറ്റുകളിൽ ഈ കണ്ണൂർ കോന്നി സീറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. അവയിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത് എങ്കിൽ കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലും ഒപ്പം തന്നെ കണ്ണൂരിൽ TO മോഹനും പരിഗണിക്കപ്പെടും. ഇരുവരുടെ പേരുകളായിരിക്കും സ്ഥാനാർത്ഥികളായി അന്തിമ പട്ടികയിൽ ഉൾപ്പെടുക. ഒപ്പം തന്നെ നേമത്ത് K ശബരിനാഥ്, കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടകം സുരേഷ്, പൂഞ്ഞാറിൽ അലോഷ്യസ് സേവിയർ, ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ, വൈപ്പിൻ ടോണി ചമണി, കായംകുളം M ലിജു തുടങ്ങിയ പേരുകളും പട്ടികയിൽ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും മാറ്റിവെച്ച 5 സീറ്റുകൾ അത് ഏറെ നിർണായകമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആ ഒരു പേരുകളും ആ പട്ടികയും പുറത്തു വരും എന്ന് തന്നെയാണ് നേതാക്കൾ അറിയിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങും മുമ്പ് ഈ സീറ്റുകളുടെ 5 സീറ്റുകളുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ചില ആലോചനകൾ കൂടി, ചില രേഖാ പരിശോധനകൾ കൂടി എന്നാണ്, സാങ്കേതിക പരിശോധന എന്ന ഒരു വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയത്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി സംസ്ഥാന നേതാക്കൾ കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ പ്രഖ്യാപനം നടത്തുക. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതിൽ 35 പേരുകളായിരിക്കും ഇടം പിടിക്കുക. ആ പേരുകളിൽ എന്തായാലും മാറ്റിവെച്ച 5 പേര് പിന്നീട് ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കാനുമാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകൾ തന്നെയാണ്. കാര്യമായ മാറ്റം ഈ ഒരു 2ാം ഘട്ട പട്ടികയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്നാൽ MP-മാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് ഹൈക്കമാൻഡിന് തന്നെ വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങളും വ്യക്തമാക്കുന്നത്. ഈ MP-മാരെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയെങ്കിലും മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അദ്ദേഹം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും തുടർന്ന് വൈകിട്ട് രാത്രി ഏറെ വൈകി ഏതാണ്ട് 3.25 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ വസതിയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. 35 പേരുടെ 2ാം ഘട്ട പട്ടിക, പിന്നീട് ബാക്കിയുള്ള 5 സീറ്റുകൾ ഇന്ന് വൈകിട്ടോടുകൂടി തുടർ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം പ്രഖ്യാപിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഗോകുൽ, എന്തായാലും ഇന്നത്തോടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6 അല്ലെങ്കിൽ 5 ഇനി എന്താണെന്ന് അപ്പോഴും ആകാംക്ഷ നിൽക്കുകയാണ്. ഏതായാലും ഇനി 26-ാം തീയതി കേസ് പരിഗണിക്കുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. അതുകൊണ്ടാണ് CEC ഇങ്ങനെ എല്ലാ തവണ പേരെടുത്തപ്പോഴും അത് CECയിൽ വെട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡ് അതിൽ അതിർത്തി കാണിക്കുന്നതും എന്തെങ്കിലും ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായാൽ തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ആ പരാമർശം ബാധിക്കുമോ എന്ന ആശങ്ക തന്നെയാണ് CECക്കുള്ളത്. കെ ബാബു സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയാകുന്നില്ല എന്ന് പറഞ്ഞതാണ് പാലക്കാട് മാറ്റി. അത് കഴിഞ്ഞാൽ ഒരു സിറ്റിംഗ് MLAക്ക് കോൺഗ്രസ് സീറ്റ് നൽകാത്തത് അത് പെരുമ്പാവൂരിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു സങ്കടം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അദ്ദേഹം. കൽപ്പറ്റയിൽ RJD സ്ഥാനാർത്ഥി PK അനിൽകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചു. സർക്കാർ ടൗൺഷിപ്പ് ജനങ്ങളുടെ മുന്നിലുണ്ടെന്നും LDF ഉജ്ജ്വല വിജയം നേടുമെന്നും PK അനിൽകുമാർ 24-നോട് പറഞ്ഞു. വിജയം 100% ഉറപ്പാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ആവേശം കണ്ടില്ല. LDFന്റെ എല്ലാവരുടെയും നല്ല ആവേശമാണ്. ഞങ്ങൾ രാവിലെ തുടങ്ങിയതാണ്. ഇപ്പോൾ വളരെയധികം ആവേശമാണ്, പ്രതികരണമാണ് ഫീൽഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്തതല്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ട മാതൃകാപരമായ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഒരാൾ ഇറങ്ങുകയല്ല, ഞാൻ കയറുക എന്നേ ഉള്ളൂ. ആരിറങ്ങുന്നു എന്ന് ഞാൻ പറയുന്നില്ല. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണ് എന്ന് കാണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. കമ്പനി നിയമപ്രകാരമുള്ള തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. അതിൽ സിവിൽ കോടതികൾക്കോ ഹൈക്കോടതിക്കോ ഇടപെടാൻ അധികാരമില്ലെന്നും അപ്പീലിൽ പറയുന്നു. യോഗത്തിന്റെ വാർഷിക റിട്ടേണുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെയാണ് ഹൈക്കോടതി അയോഗ്യരാക്കിയത്. കോഴിക്കോട് നിന്നൊരു തീപിടുത്തത്തിന്റെ വാർത്ത വരികയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നാണ്. റെഡിമെയ്ഡ് കട പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത്. വർഷ ഗിരീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വർഷ, എങ്ങനെയാണ് അപകടമുണ്ടായത്? മറ്റു വിവരങ്ങൾ. ഗോകുൽ ജില്ല ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. പെരുമണ്ണ അങ്ങാടിയോട് ചേർന്നുള്ള മിനി ബൈപ്പാസിലെ റഹീമിന്റെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. കടയ്ക്കകത്തു നിന്നും തീയും പുകയും ഉയരുന്നത് ഇതുവഴി പോയ യാത്രക്കാർ ഇവിടെ കബിയിൽപ്പെടുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്നാണ് മീൻചന്തയിൽ നിന്നും ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തുകയും എന്നാൽ അപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു. ശേഷം ഇന്ന് പുലർച്ചയോട് കൂടിയാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നാണ് വിവരം. ഇനി വരാനിരിക്കുന്ന പെരുന്നാളിനായി ഒരുപാട് സ്റ്റോക്ക് കടയിൽ കൊണ്ടുവച്ചിരുന്നു. അതെല്ലാം പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ളതാണ് കട ഉടമയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തൊട്ടടുത്തുള്ള കടകളിലേക്കെല്ലാം ഭാഗികമായി തീ പടർന്നെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ ആശ്വാസകരമായ കാര്യം. അതേസമയം തീ എങ്ങനെ പടർന്നു, തീ എങ്ങനെ പിടിച്ചു എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ശരി, കോഴിക്കോട് പെരുമണ്ണയിലാണ് റെഡിമെയ്ഡ് ഷോപ്പിന് തീപിടുത്തമുണ്ടായത്. വർഷ ഗിരീഷ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.